തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. സംരക്ഷിത വനഭൂമിയിൽ അനധികൃതമായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെപ്പാറയിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി കെട്ടിടത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധം നടത്തി. ചെപ്പാറയിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി കെട്ടിടത്തിൽ യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. സംരക്ഷിത വനഭൂമിയിൽ അനധികൃതമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിക്കുക മുദ്രാവാക്യവുമായാണ് സമരം സംഘടിപ്പിച്ചത്. സംരക്ഷിത വനഭൂമിയിലെ അനധികൃത നിർമ്മാണം ചൂണ്ടിക്കാട്ടി തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി വിശദമായ വാദം കേട്ട് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് ഉത്തരവ് നൽകിയിരുന്നു. അധികൃതരുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യം കൂടി ഉയർത്തിപ്പിടിച്ചാണ് യൂത്ത് കോൺഗ്രസ് കെട്ടിടത്തിൽ റീത്ത് വെച്ചത്. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യാതിഥിയായി യൂത്ത് ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണു ചന്ദ്രൻ പങ്കെടുത്തു. ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ പി ജെ രാജു, ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ ആർ കൃഷ്ണൻകുട്ടി, കുട്ടൻ മച്ചാട്, ശശി മംഗലം, മണികണ്ഠൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വി ജെ ജമാൽ, ഹസാൻ ഷെയ്ഖ്, അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ, സനൽ സണ്ണി, വിജോയ് കുറ്റിക്കാടൻ, വി എ ശ്രീകാന്ത്, റോൺസ് സാബിത്ത്, അനൂപ്, സെബാസ്റ്റ്യൻ, അബ്ദുൾ സലാം, ആദിത്യൻ, നിഹാൽ, റഹ്മാൻ, ബോബി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടലിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഒരു സമരം തുടങ്ങി വയ്ക്കുക മാത്രമല്ല, അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഒരു സർക്കാരിനെതിരെ നേരിട്ട് പോരാട്ടം നടത്തി ഇത് ബഹുമാനപ്പെട്ട കോടതിയെ കൊണ്ട് ഈ പദ്ധതി സ്റ്റേ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതിന് അനീഷ് കണ്ടമാട്ടലിനെ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഭരിക്കുന്ന സർക്കാരുകൾ കാണിക്കുന്ന എന്ത് തോന്നിവാസവും നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഒക്കെ. അത് സർക്കാർ നടത്തണ പണി എന്താ ചെയ്തോട്ടെ എന്നുള്ള എനിക്കൊരു ന്യൂസ് ഡെസ്ക് CCV.